ഹലോ. നമ്മുടെ നിവിൻ പോളിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ ഇന്നലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളുടെ പോസ്റ്ററുകളും ഒരു ടീസർ ഇറങ്ങി. കുറേ സിനിമകൾ എനിക്ക് തോന്നുന്നു നിവിൻ പോളിക്ക് ഒരു കൊട്ട സിനിമകളുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇങ്ങനെ പോസ്റ്റർ കാണുന്നു. ഇതൊക്കെ എവിടെയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്താ ഇറങ്ങാത്തതെന്നുള്ള സംശയത്തിലിരിക്കും. ചിലതൊക്കെ ഷൂട്ടിംഗ് എനിക്ക് നാഷണൽ ഹീറോ ബിജു ഒക്കെ കുറച്ച് ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് കേൾക്കുന്നു, നോ ഐഡിയ. പക്ഷെ ഇന്നലെ വന്ന 3 പോസ്റ്റർ, ഒന്ന് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പോസ്റ്ററിനകത്ത് ഹാപ്പി ബർത്ത്ഡേ നിവിൻ പോളി. 2 ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ ഒരു മോഷൻ പിക്ചർ, അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ. 3 ലോകേഷ് കനകരാജിൻ്റെ ലോകേഷ് ബെൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തതാണെന്ന് കരുതരുത്. പലരും ഇപ്പോഴും പലയിടത്തുമൊക്കെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ബെൻസ് ഡയറക്ഷൻ ലോകേഷ് അല്ല കേട്ടോ. അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിലെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സിലാണ് ലോകേഷിൻ്റെ അസോസിയേറ്റ് ആയിട്ട് എനിക്കൊന്ന് റൈറ്ററായിട്ടുണ്ട് ഭാഗ്യരാജ് ആണെന്ന് തോന്നുന്നു. ഭാഗ്യരാജ് അങ്ങനെ പേര്. അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ അകത്ത് നായകൻ രാഘവ ലോറൻസ് ആണ്. അപ്പോൾ ആ സിനിമ കുറച്ചുകൂടെ ഹൈപ്പ്, അതും LCUവിൻ്റെ ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ LCU എന്താണെന്ന് തന്നെ ഇപ്പം കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇതൊരു നല്ല സിനിമ. നിവിൻ എന്തായാലും നല്ലൊരു വെറൈറ്റി ലുക്കിലാണ് അന്ന് കണ്ടറിയാം. ആ ഒരു സിനിമയ്ക്കകത്ത് തന്നെ കണ്ടറിയാമല്ലോ. വേറൊരു കോസ്റ്റ്യൂമും ആഭരണങ്ങളൊക്കെ ഇട്ടൊരു എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ലുക്കിലാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ ഉണ്ട്. പിന്നെ നിവിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇന്നലെ വന്നത് അഖിൽ സത്യൻ്റെ സർവം മായ എന്നൊരു സിനിമയുടെ ചെറിയൊരു ടീസർ. വേറൊരു കാര്യം, ഈ പലർക്കും ഈ അഖിൽ സത്യനും അനൂപ് സത്യനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയത്ത്. 2 പേരും സത്യൻ സാറിൻ്റെ മക്കളാണ്. അനൂപ് സത്യനാണ് നമ്മുടെ വരനെ ആവശ്യമുണ്ടെന്നുള്ള സുരേഷ് ഗോപി ശോഭന സിനിമ എടുത്തത്. അഖിൽ സത്യൻ എടുത്ത സിനിമ ഏതാണെന്ന് അറിയാം, അതായത് നമ്മുടെ പാച്ചു അത്ഭുത വിളക്കും. അപ്പം ഈ പറഞ്ഞ അഖിൽ സത്യൻ്റെ 2ാമത്തെ പടമാണ് ഈ നമ്മൾ പറഞ്ഞ സർവമായ നിവിൻ പോളി നായകനാകുന്നത്. അപ്പോൾ പലർക്കും ഇപ്പോഴും ഈ അനൂപിനെ അഖിലിനെയും മാറിപ്പോകും. ഇവർ 2 പേരും ഹൃദയപൂർവ്വം സിനിമയ്ക്കകത്ത് അസോസിയേറ്റ് ആയിട്ടൊക്കെ സത്യൻ സാറിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കണ്ടായിരുന്നു. കുറേയൊക്കെ ന്യൂ ജനറേഷൻ സംഭവങ്ങളൊക്കെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതിൻ്റെ അകത്ത് കുറച്ചൊരു ഫ്രഷ് സാധനങ്ങൾ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, ബാക്ക് ടു നിവിൻ പോളി. ആ ടീസറിനകത്ത് ഒരു ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഒരു കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല. നിവിൻ പോളിയുടെ ക്യാരക്ടർ ചെറിയൊരു ഫണ്ണി സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ചെറിയൊരു പേടിയുള്ള ഒരാളായിട്ടൊക്കെ എന്തോ, പിന്നെ സംതിങ് ഒരു മിസ്റ്റീരിയസ് ആണ്. സർവമായ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്ററി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കഥയാണെന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും രസം വെച്ചാൽ ആ സിനിമ ടീസറിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നിവിൻ പോളി ഒരു കുളത്തിൽ നിന്ന് കുളിച്ച് എഴുന്നേറ്റ് വന്നിരുന്ന സീനുണ്ട്. പിന്നെ നാട്ടുമ്പുറമാണ്. നാട്ടുമ്പുറം എന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ ഭയങ്കരമായ വിഷ്വൽ ബ്യൂട്ടി ഇല്ല, മലനിരകളുടെ താഴെയുള്ള പാടത്തൂടെ നിവിൻ പോളി നടക്കുന്നു. നിവിൻ പോളി നമ്മുടെ അജു വർഗീസും ഇവർ 2 ഫ്രെയിമിൽ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഇവർ 2 നടക്കുന്ന ഷോട്ട് ഗംഭീരമായിട്ട് പാലക്കാട് സിനിമയ്ക്കകത്ത് വരുമ്പോൾ തന്നെ സിനിമയ്ക്ക് വേറൊരു ഓട്ടോമാറ്റിക് സിനിമ അങ്ങ് അപ്ലിഫ്റ്റ് കിട്ടുകയാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആ ഷോട്ട്. അപ്പോൾ എന്തായാലും ഒരു നാട്ടിൻപുറത്തെ കഥയായിരിക്കും, കുറച്ചുകൂടെ നന്മയൊക്കെയുള്ള കഥയായിരിക്കും. പിന്നെ അഖിൽ സത്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അഖിൽ സത്യൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയറിയാം. അഖിൽ സത്യനാണ് പണ്ട് ലാലേട്ടനെ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയില്ലേ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ അവരെ വെച്ചുകൊണ്ട് ചെറിയ ഡോക്യുമെൻ്ററി വെച്ചൊന്നുമല്ല, ഇവർ തമ്മിൽ ഒന്ന് കണ്ടുമുട്ടുന്ന കാര്യം ക്യാമറയെ പകർത്തി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമൊക്കെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്ത ആളാക്കില്ല. അപ്പോൾ അതിനകത്തൊരു ലൈഫുള്ള ഡോക്യുമെൻ്ററി, ഗന്ധർവൻ എന്നാണ് പേര്. യൂട്യൂബ് നോക്കിയാൽ കാണാം. ആ അഖിലിൻ്റെ സിനിമയാണ് പാച്ചു അത്ഭുതം. അതിനകത്തൊക്കെ അറിയാം അഖിലിൻ്റെ കുറച്ചൊരു ഡീപ്പായിട്ടൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആ സിനിമയ്ക്കകത്തൊക്കെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയ സർവ്വമായക്കകത്ത് ഒരു ടേക്ക് അവേ നമുക്കുണ്ടാവും വീട്ടിൽ കൊണ്ടുപോകാൻ. നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പൊതുവേ പിന്നെ നിവിൻ്റെ ഒരു സിഗ്നേച്ചർ സ്മൈലില്ലേ, നമ്മൾ പ്രേമം സിനിമയ്ക്കകത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിരി നമ്മുടെ ടീസറിൽ കണ്ടു. എന്തായാലും ഇതൊരു നിവിൻ്റെ വേറൊരു കമ്പാക്കാണ്. പിന്നെ നിവിൻ പോളിക്ക് ഒരു കൊട്ട നിറയെ പടം ഉണ്ടെന്ന് ഈ പറഞ്ഞ പോലെ ബെൻസ് അല്ലാതെ വേറെ മൾട്ടിവേഴ്സ് മന്മഥൻ, അത് എന്താണെന്ന് അറിയില്ല, ഒരു സൂപ്പർ ഹീറോ മൂവിയാണെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് നമ്മുടെ മിന്നൽ മുരളി പോലെ. പിന്നെ നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന ഡോൾബി ദിനേശൻ, അങ്ങനെ ഒരു സിനിമ ഉണ്ട്. പിന്നെ എന്തായാലും നിവിൻ്റെ ഒരു പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം നിവിന് ഞാൻ പറഞ്ഞ മലയാളത്തിൽ ഒരു ഓൺ ഓഡിയൻസ്, ഫാൻസിനപ്പുറത്തേക്ക് ഫാമിലിയിലും പലർക്കും പേഴ്സണലി ഇഷ്ടമുള്ള നടനാണ് നിവിൻ. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വേണ്ടി, കാരണം ഒരു സ്വതസിദ്ധമായ ഒരു കോമഡി. നിവിൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ തമാശ പറയുമ്പോൾ തോന്നാറില്ല. മലർവാടിക്കത്ര വന്നെങ്കിലും തട്ടത്തിൽ മറയത്തുന്ന പടത്തിൽ കൂടെയാണ് മലയാളികളുടെ ഉള്ളിലേക്ക് ലാൻഡ് ചെയ്ത് കയറിയത്. അന്ന് മുതലാണ് കുറച്ചുകൂടി എനർജറ്റിക് ആയ ഭയങ്കര വൈബുള്ള നിവിനെ കണ്ടുപിടിക്കും. പിന്നെ നമുക്കറിയാം പ്രേമം ഓൾ ടൈം ഹിറ്റ്. എത്രയോ നാളുകൾ അൽഫോൺസ് പുത്രൻ എന്ന ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പയാണ് പ്രേമം. ആ സിനിമയുടെ അത്രയും അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് കടന്നാലേ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്ന ഇതിലൊക്കെയാണല്ലോ മലയാളികളുടെ എല്ലാവരുടെയൊക്കെ ഒരു ചിന്ത. അങ്ങനെ ഒരു വലിയ കഥകളൊക്കെ സമ്മാനിച്ച് നമ്മളെ ഇഷ്ടപ്പെടുത്തിയ നടനും ആണ് നിവിൻ പോളി. അപ്പോൾ എന്തായാലും നല്ല സിനിമകൾ അദ്ദേഹത്തിനെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. എന്നാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നിവിൻ പോളി. വീണ്ടും കാണാം, തിയേറ്ററിൽ കാണാം.